ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളത്. അപ്പൊ നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും കൂടി നവ്യേനെ നോക്കാനായിട്ട് അനന്തപുരി തറവാട്ടിൽ എത്തിയിരിക്കുകയാണ്. അവർ വന്ന ഉടനെ തന്നെ അവരെ പറഞ്ഞയക്കാൻ വേണ്ടി പഠിച്ച പണി 18 ജലജയും നമ്മുടെ അനാമികയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കനക ആരാ മോള്, ഇവരുടെ തന്ത്രങ്ങളൊന്നും കനകയുടെ അടുത്ത് നടക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ഇവരെ എന്തൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റുമോ അതിൻ്റെതായ രീതിയിലൊക്കെ നമ്മുടെ കനക ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, പണിയെടുപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പം ദേവയാനിയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, ആ പണിയെടുപ്പിക്കലൊക്കെ കുറച്ച് രസമൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ അനാമിക മോൾക്ക് ഒന്നും അറിയില്ലല്ലോ, എന്താ പറയുക, ചെറിയ കുട്ടിയാണ്, ഒന്നും അറിയില്ല, വലിയ പണമുള്ള വീട്ടിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞ് കെട്ടിലമ്മ ചമഞ്ഞിരിക്കുകയായിരുന്നു ഇത്രയും നാളും. ഏതായാലും ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനിടയ്ക്കാണെങ്കിൽ കുറച്ച് കള്ളഗർഭമൊക്കെ അഭിനയിക്കുകയും അത് അബോഷനായി പോവുകയും ചെയ്തു. അബോഷനായി പോകുമെന്നൊക്കെ പറഞ്ഞ് പരത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മുടെ അനാമിക ഫ്രീ ആണ്. അപ്പൊ അനാമികയെ കൊണ്ട് ആ വീട്ടിലെ പണി മുഴുവൻ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ദേവയാനിയുടെ ഒരു എന്താ പറയാ ദേവയാനിയുടെ ഒരു ആഗ്രഹവും ദേവയാനിയുടെ തീരുമാനവും ഒക്കെ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അല്ലല്ലോ, അവിടുത്തെ വേലക്കാരി ഉണ്ടല്ലോ, വേലക്കാരി ആയിരുന്ന ആ പുള്ളിക്കാരിയുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയിട്ടോ. അപ്പൊ മീനാക്ഷി, അത് തന്നെ. അപ്പൊ മീനാക്ഷിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പൊ മീനാക്ഷിനെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ആ സ്ഥാനത്ത് നമ്മുടെ അനാമികേനെ കൊണ്ടുവരാനാണ് ഇപ്പം ജാനകിയുടെയും അതുപോലെ നമ്മുടെ ദേവയാനിയുടെയും തീരുമാനം. അപ്പൊ ജാനകിക്കും മനസ്സിലായി ഈ പറയുന്ന അനാമിക വെറും പിശാചാണെന്നും അനാമിക തൻ്റെ മകനെ എന്താ പറയുക ചൂഷണം ചെയ്യാനും മാത്രമാണ് കൂടിയിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി. അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒരു ഭാഗമാട്ടോ ഞാൻ പറയുന്നത്. പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കണമെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കനക വന്നു. അപ്പം കനക അത്യാവശ്യം പണികളൊക്കെ അടുക്കള ചെയ്യൂലോ. അപ്പൊ അടുക്കളയിൽ കനക പണി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അനാമികയ്ക്ക് അവിടുത്തെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി. ഇനിയിപ്പോൾ അറിയില്ലല്ലോ, എപ്പോഴാണെന്ന് അറിയില്ലല്ലോ വിഷം ചേർക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും വേണ്ടാന്നുള്ള രീതിയിൽ അഹങ്കരിച്ചിരിക്കുകയാണ്. അപ്പം അപ്പോഴാണ് ജാനകി പറയുന്നത് ദേവയാനോട്, എങ്കിൽ പിന്നെ ഒരു പണി നമുക്ക് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവയാനി ജാനകിയും കൂടെ തീരുമാനിക്കുകയാണ്, വേണ്ട, ഇവരാരും അടുക്കളയിൽ കയറണ്ട, കുറച്ച് ദിവസത്തേന് അല്ലെങ്കിൽ കുറച്ച് മാസത്തേന് നമ്മുടെ മീനാക്ഷിനെ അങ്ങ് പറഞ്ഞു വിട്ടു. മീനാക്ഷിനെ പറഞ്ഞു വിട്ടിട്ട് അവിടെ ആരെയാണ്, നമ്മുടെ അനാമികനെ നിയമിക്കുകയാണ്. അപ്പൊ അനാമികയോട് പറയാണ്, നീയാണ് എൻ്റെ പ്രിയപ്പെട്ട മരുമകള്, അപ്പൊ അതുകൊണ്ട് തന്നെ ജലജ ഒന്നും കയറി അടുക്കളയിൽ പണിയാൻ പാടില്ല. അവര് അടുക്കളയിൽ കയറി സ്ഥാനം പിടിച്ചു പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും നയനെ മാറ്റി നിർത്തിയേക്കുക. ആ ഒരു സ്ഥാനത്ത് ഇനിയിപ്പം കനക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും. അപ്പൊ അതുകൊണ്ട് വേണ്ട, മോളൊരു കാര്യം ചെയ്യുക, നമുക്ക് 3 പേർക്കും കൂടി അങ്ങോട്ട് പാചകം ചെയ്യാം. ഇനിയിപ്പം മീനാക്ഷി ഇവിടെ ഇല്ലല്ലോ, മീനാക്ഷി ഇവിടെ ഇല്ലാത്ത ആ ഒരു സ്ഥിതിക്ക് മോളും കൂടെ ജോലി ചെയ്യാൻ കൂടണം എന്നിങ്ങനെ ഭയങ്കര സോപ്പിട്ട് ഉള്ള രീതിയിലാണ് നമ്മുടെ ദേവയാനിയും ജാനകിയും കൂടെ സംസാരിക്കുന്നത്. ഇത് കേട്ടതും, അയ്യോ അമ്മ, എനിക്ക് ജോലി ചെയ്യാനൊന്നും അറിയില്ലല്ലോ, ഞാനും അത് അവർക്ക് വേണ്ടി വെച്ച് വിളമ്പി കൊടുക്കാന്നൊക്കെ പറയുമ്പം അയ്യോ എനിക്ക് ഒട്ടും താല്പര്യമില്ല അതിനോട്. അതുമല്ല, ഇവിടത്തെ വേലക്കാരി പോയ സ്ഥാനത്ത് ഞാൻ കയറിയിരുന്നെന്ന് പറഞ്ഞ് അവൾമാർ എന്നെ കളിയാക്കില്ലേ. ആ കളിയാക്കലൊന്നും കാര്യമാക്കണ്ട. അവര് കളിയാക്കിയെങ്കിൽ അവരോട് പോയി പണി നോക്കാൻ പറയും. ഈ അനന്തപുരി തറവാട്ടിൽ അടുക്കളയിൽ കയറുക എന്ന് പറഞ്ഞാലേ അതെ, അതൊരു വലിയ കാര്യം തന്നെയാ. അതുമാത്രമല്ല, നിനക്കറിയാലോ, നയന ഇവിടുത്തെ അടുക്കളയിൽ കയറി നിന്ന് പാചകം ചെയ്തിട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചു പറ്റിയത്. അതുപോലെ മോളും എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചു പറ്റണം. എനിക്കും ജാനകിക്കും മോളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മുത്തച്ഛനും മുത്തശ്ശിക്കും അതുപോലെ ജയേട്ടനും അജയേട്ടനും എല്ലാവർക്കും മോളെ ഇഷ്ടപ്പെടണമെങ്കിൽ മോളൊരു കാര്യം ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യണം. വേണ്ട, മോളെ എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി. എങ്ങനെ ഉണ്ടാക്കേണ്ട രീതി എങ്ങനെയാണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ അനാമിക അടുക്കളയിൽ കയറ്റാണ്. അനാമിക ഈ വിവരം വിളിച്ച് ജലജയോടല്ല, നമ്മുടെ രേവതിയോടും വേണുവിനോടും പറയുന്നുണ്ട്. അപ്പം
നമ്മുടെ രേവതി പറയാണ്, മോളെ പേടിക്കൊന്നും വേണ്ട, മോള് ഇപ്പൊ തൽക്കാലം ദേവയാനി ചേച്ചി പറയുന്നത് പോലെയും ജാനകി ചേച്ചി പറയുന്നത് പോലെയൊക്കെ കേക്ക്, സൂപ്പിട്ട് നിൽക്ക്. ഞാൻ പറഞ്ഞല്ലോ, മോക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കാലം അത്രയും അവിടെ പിടിച്ചു നിന്ന് അവിടുത്തെ കുറച്ച് സ്വർണവും പണവും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബന്ധം ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് മോക്ക് ഇനി സ്വർണവും പണവും ഒക്കെ കിട്ടണമെങ്കിൽ മുത്തശ്ശനും ഒക്കെ കനിയണ്ടേ. അപ്പൊ പിന്നെ ഇത് തന്നെയാണ് നല്ല മാർഗം എന്ന് പറയാ. അങ്ങനെ പാവം നമ്മുടെ അനാമിക പൊട്ടത്തി എന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ അനാമികേനെയും രേവതിനെയും ഒക്കെ വിളിക്കാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാനകിയും ദേവയാനിയും വെറും പൊട്ടിയാക്കുകയാണ് ഈ പറയുന്ന അനാമികയെ. അങ്ങനെ അനാമികയാണ് അടുക്കളയിൽ കയറി പാചകം മുഴുവൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നടു ഒടിഞ്ഞു കുത്തി ഇരിക്കുകയാണ് നമ്മുടെ അനാമിക അവിടുത്തെ പാത്രം കഴുകുന്നു, തുണി അലക്കുന്നു, വാഷിംഗ് മെഷീൻ ഇടാത്ത തുണികളൊക്കെ നമ്മുടെ അനാമികേനെ കൊണ്ട് അലക്കിക്കുന്നു, പെര തുടയ്ക്കുന്നു. കാലുമേൽ കാലും കയറ്റി വെച്ച് നവ്യയും നമ്മുടെ നവ്യയുടെ അമ്മയുടെ പേരും പെട്ടെന്ന് പറയുമ്പോൾ പേരിങ്ങ് മാറിപ്പോട്ടോ, നമ്മുടെ കനകയും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കനകയും നവ്യയും ഒക്കെ ഇതിരുന്ന് ആസ്വദിക്കുന്നുണ്ട്. ഏതായാലും ഈ ആസ്വാദനം എത്ര നാളുണ്ടാവും എന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ നവ്യയ്ക്കും കനകയ്ക്കും നയനിക്കുമൊക്കെ ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുന്നത് വേറെ ആരുമല്ല, അനാമിക തന്നെയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ലാസ്റ്റ് രേവതിനെ വിളിച്ചു പറയാം, അമ്മേ വയ്യമ്മേ, എനിക്ക് സത്യം പറയാലോ നടു ഒടിഞ്ഞെന്ന് കൂട്ടിക്കൊണ്ടാ മതി. ഞാനേ ഇപ്പം ജോലി മുഴുവനും പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് കറി വെക്കാൻ പറഞ്ഞാലും ഞാൻ വെക്കും. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ പണിയെടുക്കുന്നത്. ഞാനിവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരാൻ പോകുക. ഇവളുമാർക്കെല്ലാം വെച്ചു വിളമ്പി എൻ്റെ ജീവിതം അല്ലെങ്കിൽ ഇവിടെ തീരുന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, വേണ്ട മോളെ ഇങ്ങോട്ടേക്ക് വരരുത്, അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. മോളുടെ ഭക്ഷണമൊക്കെ കൂട്ടിയിട്ട് അവിടെ എല്ലാവരും എന്താ അഭിപ്രായം പറയുന്നത്? ഇവിടെ ഉള്ളവരെല്ലാം നല്ല അഭിപ്രായം തന്നെയാണ് അമ്മേ പറയുന്നത്. പക്ഷേ ഞാനല്ലല്ലോ ഉണ്ടാക്കുന്നത് മുഴുവൻ വല്യമ്മയും അതുപോലെ എൻ്റെ അമ്മായിയമ്മയും കൂടെ ചേർന്ന ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നു, അതെടുക്കാൻ പറയുമ്പോൾ എടുക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് എനിക്കിപ്പോൾ തന്നെ എല്ലാ കറികളും വെക്കാൻ പറ്റും. എങ്കിൽ പിന്നെ മോളൊരു കാര്യം ചെയ്യും, ഒരു ദിവസം മോള് പറ, ഇന്നിനി ഞാൻ കറികളെല്ലാം ഉണ്ടാക്കിക്കോളാം. അതുപോലെ തന്നെ ദേവയാനിയോടും ജാനകിയോടും മാറി നിൽക്കാൻ പറയാൻ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും ശരിയാണല്ലോ, എങ്കിൽ പിന്നെ ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഉണ്ടാക്കുന്ന ക്രെഡിറ്റും കൂടെ എനിക്കങ്ങ് മേടിച്ചെടുത്തൂടെ, എങ്കിൽ പിന്നെ ഞാൻ തന്നെ അടുക്കളയിൽ കയറി പണിതാ പോരെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മുടെ അനാമിക ദേവയാനിയോടും ജാനകിയോടും പറയാണ്, വല്യമ്മേ അമ്മേ ഞാൻ ഇന്ന് അടുക്കളയിൽ കയറി എല്ലാം ഉണ്ടാക്കിക്കോളാം, ഏതായാലും ഞാൻ ഇത്രയും ഒക്കെ പണി പഠിച്ചല്ലോ, അപ്പൊ പിന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻസോട് കൂടി കയറുകയാണ് കേട്ടോ. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ കനകയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ കനക ചെയ്യണമല്ലോ. അങ്ങനെ കനകയും നവ്യയും കൂടെ കുറച്ച് പ്ലാനുകൾ അങ്ങ് നടപ്പിലാക്കുകയാണ് കേട്ടോ. പ്ലാൻ ചെയ്തിട്ട് അത് നടപ്പിലാക്കുകയാണ്. അപ്പം വേറൊന്നുമല്ല പ്ലാന്, നമ്മുടെ അനാമിക അടുക്കളയിൽ കയറുക എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ജലജല കനക പറഞ്ഞു, മോളെ ഞാൻ വേറൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്, അവളുടെ സ്വാദിഷ്ടമായ കറി കൂട്ടിയിട്ട് നല്ല അഭിപ്രായം പറയാനാണല്ലോ അവൾ വലിയ ആള് കളിച്ച് അടുക്കളയിൽ കയറുന്നത്. ഈ കനക ആരാ നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, ഉപ്പും മുളക് പൊടിയൊക്കെ എടുത്ത് കുറേ അങ്ങ് കമത്തുകയാണ്. ഏതായാലും ഉണ്ടാക്കി വെച്ച കറികളൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി നോക്കിയിട്ട് കനക ഇങ്ങനെ നല്ല കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇവളെല്ലാം പഠിച്ചല്ലോ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവള് സൂഹിക്കണ്ട എന്ന് പറഞ്ഞ് ആരും ഇല്ലാത്ത സമയത്ത് നോക്കി മുളക് പൊടി ഉപ്പും എല്ലാം കൂടെ കുടഞ്ഞിട്ട് ആകെപ്പാടെ വഷളാക്കി കളഞ്ഞ് കറികളെല്ലാം വാക്കി വെക്കാൻ കൊള്ളത്തില്ല. ഉപ്പും എരിവും ഒക്കെ കാരണം മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ഇട്ട് വാരിയിട്ട് കുളവാക്കാം. അങ്ങനെ എല്ലാവരും കൂടി തീന്മേശ വന്നിരിക്കുകയാണ് നമ്മുടെ അനാമിക ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനായിട്ട്. ഇപ്പൊ എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ട്, അനാമിക ഉണ്ടാക്കിയത് ഇപ്പൊ കഴിക്കാലോ, അനാമിക കുറച്ച് ദിവസമായി അടുക്കളയിൽ കയറി കിടന്നെല്ലാം കാണുന്നു. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, അനാമിക മോളെ ഈ ഭക്ഷണമൊക്കെ നല്ലതാണെങ്കിൽ നിനക്ക് ഞങ്ങളൊരു സമ്മാനം തരുന്നുണ്ട്, നോക്കിക്കോ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി അനാമികയ്ക്ക് ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ആയിട്ട് തന്നെയാണ് അനാമികയ്ക്കും തോന്നിയത്. അപ്പൊ അങ്ങനെ കറികളൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോഴല്ലേ അവിടെ വിഷയം മാറുന്നത്. അങ്ങനെ ആദ്യം മുത്തശ്ശൻ തന്നെ എടുത്ത് കൂട്ടിയിട്ട് മുത്തശ്ശന്റെ മുഖം പോയ പോക്ക് ഊട്ടിപ്പിടിച്ചങ്ങ് പോയ പോലെയാണ് നമ്മുടെ മുത്തശ്ശന്റെ മുഖം പോയത്. അതുപോലെ ഉപ്പും എരിവും. പെട്ടെന്ന് മുത്തശ്ശൻ എടുത്ത്, അനാമികയെ നീ മനുഷ്യരെ കളിയാക്കാനും
മനുഷ്യന് വായിക്ക് വെക്കാൻ കൊള്ളാവുന്നതാണോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മുത്തച്ഛൻ ഞാനിത് കഴിച്ചു നോക്കിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും ദിവസമായില്ലേ നീ അടുക്കളയിൽ കയറിയിട്ട് ദേവയാനിയുടെയും ജാനകിയുടെയും കൂടെ പണി ചെയ്യാൻ തുടങ്ങിയിട്ട്, അതിൻ്റെതായ ഒരു ഇതും നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ, ഇതെടുത്ത് കൂട്ടി നോക്ക എന്ന് പറഞ്ഞ് എല്ലാവരും വായി വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഇറക്കാനും പറ്റുന്നില്ല, തുപ്പാനും പറ്റുന്നില്ലാത്തൊരവസ്ഥ. അങ്ങനെ ആകെപ്പാട് നമ്മുടെ അനാമികയുടെ താളം അവിടെയും തെറ്റിപ്പോവുകയാണ്. എന്ത് ചെയ്യാനാ, തൊട്ടതെല്ലാം പ്രശ്നമാ നമ്മുടെ അനാമികയ്ക്ക് ഇപ്പം. ആ ഒരു പ്രശ്നത്തിലൂടെ അനാമിക കടന്നു പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അനി പറയുന്നുണ്ട്, വേറെ പണിയുണ്ടോടി, നിനക്ക് ചെയ്യാവുന്ന പണി ചെയ്താൽ പോരെ, അത്യാവശ്യം നീ അവിടെ ചെന്ന് നിന്ന് അരിഞ്ഞൊക്കെ പറക്കിയൊക്കെ കൊടുക്കുക, അല്ലാതെ ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല, അതൊക്കെ നയനേടത്തിയുടെ കറി കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് നമ്മുടെ അനാമിക അങ്ങ് പോയി നേരെ രേവതിനെ വേണുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ കനക തന്നെ വന്ന് പറയാണ്, എടി നീ ഉണ്ടാക്കിയ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നടി, ഞാനത് കൂട്ടി നോക്കിയിടി. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ മക്കളെ നീ വേദനിപ്പിക്കുന്നുണ്ട്, ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല എൻ്റെ നന്ദൂരെ നിനക്ക് കണ്ണിന് കണ്ടുകൂടാ, അതുപോലെ അരിയുടെ ജീവിതം നീ നശിപ്പിക്കുന്നു. നീ എന്തൊക്കെയാടി വിചാരിക്കുന്നത്, നീ എന്തൊക്കെ ഈ കുടുംബത്തിന് ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേ ആ കറികളിൽ ഉപ്പ് മുളക് പൊടിയൊക്കെ കോരിയിട്ടത് ഞാനാടി. നിന്റെ കറി പക്ഷെ അത് ഒന്നൊന്നര കറിയായിരുന്നു കേട്ടോ, കൈപ്പുണ്യൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അപ്പം നിങ്ങളാണല്ലേ ഇത് ചെയ്തത്, ഞാനിവിടെ എല്ലാവരോടും പറയും. ഇത് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? ഈ കനക പറയുന്ന എല്ലാവരും വിശ്വസിക്കത്തുള്ളൂ, നീ പറയുന്ന ആരും വിശ്വസിക്കാൻ പോകുന്നില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക അങ്ങ് പോയി കേട്ടോ. ഏതായാലും വല്ലാത്തൊരു സംഭവമായിപ്പോയി. പിന്നെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കനകയും ഗോവിന്ദനും ഇപ്പം അനന്തപുരി തറവാട്ടിലാണേ. അപ്പം അനന്തപുരി തറവാട്ടിൽ നിന്ന് തന്നെയാണ് ആർട്ട് ഗ്യാലറിയിലേക്കൊക്കെ നമ്മുടെ ഗോവിന്ദൻ പോകുന്നപ്പം ഗോവിന്ദന് വലിയൊരു ആർട്ട് ഗ്യാലറി ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നേ, നയനയാണ് ഇട്ട് കൊടുത്തപ്പം അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഗോവിന്ദന് പെട്ടെന്നൊരു തലചുറ്റൽ വരികയാണ്. അപ്പൊ തലചുറ്റൽ വരുന്നു, ഗോവിന്ദൻ പെട്ടെന്ന് അവിടെ ഇരിക്കുന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് ദേവയാനി വണ്ടിയായിട്ട് അവിടെ ആ ഒരു സൈഡിൽ വരുന്നത്. അപ്പൊ ദേവയാനി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ തല കറങ്ങി 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 ഇങ്ങനെ അവിടെ ഒരു തൂണിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കാണ്. പെട്ടെന്ന് ദേവയാനി വണ്ടി നിർത്തിയിട്ട് നമ്മുടെ ഗോവിന്ദനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഏതായാലും ഗോവിന്ദന് ഒരു മേജർ സർജറിയുടെ ആവശ്യമൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ദേവയാനി തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ ഈ അടുക്കളയിലെ ആ ഒരു കൊച്ചു പരിപാടി കൊണ്ടൊക്കെ തീർന്നു. ഏതായാലും നമ്മുടെ കനകയുള്ളിടത്തോളം കാലം ഇനിയിപ്പം നവ്യനെ തൊടാനോ നയനയെ തൊടാനോ ഒന്നും നമ്മുടെ അനാമികയ്ക്ക് സാധിക്കില്ല. അതുമാത്രമല്ല നമ്മുടെ ജാനകിയും അനാമികയിൽ നിന്നും ഇപ്പൊ തിരിഞ്ഞു നിൽക്കുകയാണ്. മകന്റെ ജീവന് വരെ ഭീഷണിയാണ് അനാമിക എന്നറിയാം, എന്നിട്ടും ആ വീട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നത് വേറെ ഒന്നിനുമല്ല, അനാമികയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി തന്നെ വിടണം. മുത്തശ്ശനും മുത്തശ്ശിയും അത് പറയണമെങ്കിൽ മാത്രമേ ഇവർക്ക് അനാമികനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പറ്റുകയുള്ളൂ. മാക്സിമം ഇവര് അനാമികയും അനിയുമായിട്ട് ഒന്നിച്ച് പോട്ടെ എന്നൊക്കെ നോക്കിയിരുന്നു, പക്ഷെ അതിനൊന്നും പറ്റുന്നില്ല. ലാസ്റ്റ് നമ്മുടെ ജാനകി തന്നെയാണ് ദേവയാനിയോട് പറയുന്നത് എങ്ങനെയെങ്കിലും ഇവളെ വെളിയിലാക്കണമെന്ന്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല, ഇന്നത്തെ വിശേഷം നമ്മൾ ഫുൾ വിശേഷം നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നാളത്തെ വിശേഷം വൈകിട്ടൊരു 9:45 കൂടി നമ്മൾ ഇടുന്നതായിരിക്കും, 9:30 കൂടി നമ്മൾ വിശേഷം ഇടുന്നതായിരിക്കും. ഇത് ഇനി വരാനിരിക്കുന്ന വിശേഷമാണ്, അതായത് അപ്കമിങ് വിശേഷമാണ് കേട്ടോ. അപ്പം ഇത് എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് നമ്മുടെ അപ്കമിങ് വിശേഷം കേൾക്കാനായിട്ട് കാത്തിരിപ്പുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയാണ്. അപ്പം താല്പര്യമുള്ളവർ മാത്രം ഈ വിശേഷം കാണുക, കേൾക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടെ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് കൂട്ട് കഥ കേൾക്കാൻ, അതായത് ഈ ലെവലിലുള്ള കഥ കേൾക്കാൻ, അപ്കമിങ് വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.